കേസിൽ യു ടേൺ അടിച്ച് രാഹുൽ ഈശ്വർ അതിജീവിതകൾക്കെതിരെ ഇനി പോസ്റ്റ് ഇടില്ലെന്നും ഇട്ട പോസ്റ്റുകളെല്ലാം പിൻവലിച്ചുവെന്നും രാഹുൽ ഈശ്വർ കോടതിയിൽ പറഞ്ഞു. ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും. അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായിട്ട് ചേർന്നു. അഞ്ജു, അങ്ങനെ ഒടുവിൽ രാഹുൽ ഈശ്വർ വഴങ്ങുകയാണോ? അല്ല സേതു, അങ്ങനെ വേണം കരുതാൻ. പോസ്റ്റ് ഇടത്തില്ല, ഇട്ട പോസ്റ്റൊക്കെ പിൻവലിക്കാം എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ക്ലൗഡിൽ നിന്നടക്കം ഈ കാര്യങ്ങൾ, ഈ വീഡിയോ നീക്കം ചെയ്യാം എന്നാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ ആ നീക്കത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് നിരാഹാരം ഇടുന്നതിനാൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല, അതിനാൽ തന്നെ കസ്റ്റഡിയിൽ വേണം. രാഹുൽ അന്വേഷണത്തോട് ഒരു ഘട്ടത്തിലും സഹകരിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. മാത്രമല്ല, മൊബൈൽ ഫോൺ ഇതുവരെ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല, ലാപ്ടോപ്പിന്റെ പാസ്വേഡ് പോലും പറഞ്ഞു നൽകിയിട്ടില്ല എന്നതാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയാണ് 9-ാം തീയതി, അതിനാൽ 10-ന് കസ്റ്റഡിയിൽ വേണം. ഈ ഫോണും ലാപ്ടോപ്പും ഒക്കെ പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഇക്കാര്യത്തിൽ വിധി പറയും. ഇന്നലെ ഈ കേസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ജാമ്യാപേക്ഷ ഒരുമിച്ച് കോടതിയിൽ സമർപ്പിച്ചതിനാലാണ് ഇന്നലെ കോടതി ഒരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കോടതിയിൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇങ്ങനെ നൽകരുതെന്നും ഏതെങ്കിലും ഒന്ന് പിൻവലിക്കണമെന്നായിരുന്നു കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഒരു ജാമ്യാപേക്ഷ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ കോടതിയിലെ ജാമ്യാപേക്ഷയാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. അത് തുടർന്നാണ് ഇപ്പോൾ ACJM കോടതിയിലെ ജാമ്യാപേക്ഷയിലെ വാദമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.